വീഡിയോ വയറിംഗ് ചെയ്യുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇന്ത്യയിൽ ചെയ്യുന്ന വർക്കുകളെല്ലാം നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം അതിൻ്റെ ഇപ്പോൾ പല ഗൈഡൻസും അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർക്കുകളും ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിക്കോട്ടെ, ഫയർ ഫൈറ്റിംഗ് ആയിക്കോട്ടെ, HVAC ആയിക്കോട്ടെ, എല്ലാത്തിനും ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നാഷണൽ ബിൽഡിംഗ് കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോൺഡ്യൂട്ട് വയറിങ്, അതായത് നമ്മൾ വാളൊക്കെ ചേസ് ചെയ്ത് ചിപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇടുന്ന കോൺഡ്യൂട്ട് വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ സ്റ്റീൽ കോൺഡ്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ചേസ് ചെയ്യുന്നത്, അതായത് വാൾ കട്ട് ചെയ്യുന്നത്, ചേസിൻ്റെ വാൾ നീറ്റായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ കോൺഡ്യൂട്ടിൽ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് വയ്ക്കുന്ന രീതിയിൽ, അതെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നിട്ട് കറക്റ്റ് ഫില്ലിങ് നീറ്റായിട്ട് ചെയ്യണം. എന്നിട്ട് വാൾ ഫിനിഷിങ് കൃത്യമായിട്ട് ചെയ്യണം. അതിൽ സ്പെഷ്യലി പറയുന്ന ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഡ്യൂട്ട് പൈപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് അതിനെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റാപ്പിൾ ചെയ്തതാണ്, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് സാഡിലോ എന്തെങ്കിലും ഒരു അതിനെ കൃത്യമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യണം. ആ റീഇൻഫോഴ്സ് ചെയ്യണം 600 mm താഴെ, അതായത് 60 cm താഴെ ആയിരിക്കണം അതിൻ്റെ ഓരോ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഗ്യാപ്പ്. മാക്സിമം നമ്മൾ ബെൻഡ് എൽബോസൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമുക്ക് വലിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും, വയർ വലിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഈ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ പൈപ്പ് ബെൻഡ് ചെയ്ത്, ഇപ്പോൾ സ്റ്റീൽ പൈപ്പൊക്കെ ആണെങ്കിൽ അത് ബെൻഡറൊക്കെ യൂസ് ചെയ്ത് ബെൻഡ് ചെയ്ത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റഡ് ബെൻഡ് ഉപയോഗിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വയർ വലിക്കാനും അത് പീരിയോഡിക്കലായിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഇൻസ്പെക്ഷൻ ബോക്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ മിനിമം ഇൻസ്പെക്ഷൻ ബോക്സിൽ സൈസ് 75 mm by 75 mm ഇതിലാണ്. അപ്പോൾ അതിൻ്റെ കവർ അഴിച്ചിട്ട് നമുക്ക് വയർ വലിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആക്സസറീസ് യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ബോക്സസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബോക്സ് യൂസ് ചെയ്യുന്നത് കാസ്റ്റ് ചെയ്യണോ മൈൽഡ് സ്റ്റീലോ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇത് റിസസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വെക്കുന്നതുകൊണ്ടും ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, മൈൽഡ് സ്റ്റീലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാസ്റ്റ് അയണും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിന് ശേഷം ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ളൊരു കവർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ബോക്സ് തന്നെ വേറൊരു സൂട്ടബിൾ ആയിട്ടുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചും ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ബോക്സിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുന്ന കേസ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ മെറ്റാലിക് ബോക്സോ യൂസ് ചെയ്യണമെങ്കിൽ അത് എർത്ത് ചെയ്യണ കേസ് പറയുന്നത്. നമ്മൾ എർത്ത് പല വീടുകളിൽ നമ്മൾ ചെയ്യാറുണ്ട്. ബോക്സ് എർത്ത് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് സർഫസിനെ മൗണ്ട് ചെയ്യണമെങ്കിൽ ഒരു സ്യൂട്ടബിൾ ഇൻസുലേഷൻ മെറ്റീരിയൽ ഉപയോഗിച്ച് മൗണ്ട് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും, പുറത്ത് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടക്ടറായിട്ടിരിക്കും. ഔട്ട്ഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ IP റേറ്റിംഗ് ഉള്ളത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വരുന്നത് എത്ര വയറൊരു പൈപ്പിൽ കൂടെ വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം പെർമിസിബിൾ നമ്പർ ഓഫ് സിംഗിൾ കോർ കേബിൾ അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 1200 volt that can be drawn in a into a rigid steel conduit. സ്റ്റീൽ കോൺഡ്യൂട്ട് യൂസ് ചെയ്യുന്ന ടൈമിലുള്ള കേസാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ PVC കോൺഡ്യൂട്ടിൻ്റെയൊക്കെ ടേബിൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. 1 square mm, 1.5 square mm, 2.5, 4, 6, 10, 16, 25, 35, 50 വരെയുള്ള തന്നിട്ടുണ്ട്. അതേ സാധനം തന്നെ ഇത് ഇപ്പോൾ തന്നേക്കുന്ന സ്ക്വയർ mm ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഡയമീറ്റർ ഓഫ് വയറും അതിൻ്റെ എണ്ണം എത്ര സ്ട്രാൻഡ് ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1 bar 1.2 1.12 എന്നൊക്കെ ഉള്ളത് അതിൻ്റെ എത്ര mm ആണ് വയറിൻ്റെയും എത്ര സ്റ്റാൻഡ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കോൺഡ്യൂട്ടിൻ്റെ സൈസ് തന്നെ 16, 20, 25, 32, 40, 50, 61 ഇങ്ങനെയുള്ള സൈസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കേബിളിൻ്റെ എണ്ണമാണ് എഴുതിയേക്കുന്നത്. 5. ഇപ്പോൾ SB എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ചില S എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ലേ ചെയ്യുന്നു, അതിൻ്റെ
ഒരു കോൺഡ്യൂട്ടിൻ്റെ ലെങ്ത്ത് 4.25 ആ റേഞ്ചിലൊക്കെ വരുന്നു എന്നുള്ളതാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്ത് 15 ഡിഗ്രിയൊക്കെ മാറിയൊക്കെ പോകുന്ന ടൈപ്പ്, 15 ഡിഗ്രി കൂടുതലൊക്കെ മാറി വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്ന ടൈപ്പ് കോൺഡ്യൂട്ടിലേക്ക് കൂടെ വലിക്കുക എന്നുള്ള മീനിങ്ങിലാണ്. അങ്ങനെ എസും ബി അങ്ങനെ രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 സ്ക്വയർ mm ഒക്കെ ആണെങ്കിൽ 16ൻ്റെ കോൺഡ്യൂട്ടിൽ 5 എണ്ണം വലിക്കാം, 20ൻ്റെ കോൺഡ്യൂട്ടാകുമ്പോൾ സൈസ് കൂടി 7 എണ്ണം വലിക്കാം, 25ആകുമ്പോൾ 13 എണ്ണം വലിക്കാം, പിന്നെ 32ആകുമ്പോൾ 20 എണ്ണം വലിക്കാം. ഇനി 1.5 ആകുമ്പോൾ വലിക്കുന്ന എണ്ണം കുറയും, 4 എണ്ണമൊക്കെ വലിക്കാൻ പറ്റുള്ളൂ. 4, 7 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വ്യത്യാസം വരുന്നത് നമുക്ക് കാണാം. 2.5 ആണെങ്കിൽ വീണ്ടും കുറയും, 3 എണ്ണം വെച്ചേ വലിക്കാൻ പറ്റുള്ളൂ. 6ൻ്റെ ഒക്കെ ആണെങ്കിൽ 2 എണ്ണം, 4ൻ്റെ ഒക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ വലിക്കാൻ പറ്റുള്ളൂ. 16ൻ്റെ ഇന്ന് 20യുടെ ഇതിലാണെങ്കിൽ 4 എണ്ണം വലിക്കാനൊക്കെ പറ്റും. 6ൻ്റെ 3 കേബിളേ വലിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് പ്രകാരമായിരിക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വർക്കൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ പലയിടത്തും നമ്മുടെ ഇഷ്ടം പോലെ വയറ് അങ്ങ് കയറ്റി അതിൻ്റെ അകത്ത് ബഞ്ച് ചെയ്ത് വിടുകയാണ്. അതുകൊണ്ട് ഭാവിയിൽ അത് ഹീറ്റൊക്കെ ആയിട്ട് അവിടുത്തെ ഷോർട്ടിങ് സംഭവിക്കാനോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പോലത്തെ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക.